Android class 7 intent and intent is a simple message object that is used to communicate between Android components such as activities, content providers, broadcast receivers and services. Intent എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഒബ്ജക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ള പ്രൈമറി ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ഇന്റന്റ്. ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് കമ്പോണൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ്, കണ്ടന്റ് പ്രൊവൈഡേഴ്സ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, സർവീസസ്. അപ്പോൾ പലപ്പോഴും ഒരു എൻവയറമെന്റിൽ പല ഓബ്ജക്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ ബേസ്ഡ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോൺ ബേസ്ഡ് സിസ്റ്റത്തിൽ പല ആൻഡ്രോയിഡ് കമ്പോണൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജ് ഓബ്ജക്റ്റിനെയാണ് നമ്മൾ ഇന്റന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഒരു മൊബൈൽ ഫോണിൽ ക്ലിക്ക് മീ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ക്ലിക്ക് മീ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് മീ എന്ന് പറഞ്ഞ ബട്ടൺ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആ ക്ലിക്ക് മീയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ വേറൊരു ആക്ടിവിറ്റി അവിടെ സ്റ്റാർട്ട് ചെയ്യും. ആ ക്ലിക്ക് മീൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലിക്ക് മീൽ ടച്ച് ചെയ്യുമ്പോൾ വേറൊരു ആക്ടിവിറ്റി അതിനെ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയെ നമുക്കിവിടെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട മെസ്സേജസ് അല്ലെങ്കിൽ സ്ക്രീൻ ആയിരിക്കും പിന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ ആ ക്ലിക്ക് മീ എന്നുള്ള ആ ഒരു ബട്ടൺ ഡിസ്പ്ലേ ചെയ്യുന്ന ഫസ്റ്റ് ആക്ടിവിറ്റിയും ആ ക്ലിക്ക് മീ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു സ്ക്രീൻ വരും. അതിനെ നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ there should be a communication between the first activity and the second activity. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് നമ്മൾ ഇന്റന്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ പല ആക്ടിവിറ്റീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കണ്ടന്റ് പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സർവീസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാം നമുക്ക് ഇന്റന്റ് യൂസ് ചെയ്യാം. Uses of intent for launching an activity. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി ലോഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്റന്റ് യൂസ് ചെയ്യാം. ടു സ്റ്റാർട്ട് എ ന്യൂ സർവീസ്, ഒരു പുതിയ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്റന്റ് യൂസ് ചെയ്യാം. ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജസ്, പലപ്പോഴും ചില മെസ്സേജ് എല്ലാവർക്കും കിട്ടേണ്ടതായിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ ടൈപ്പ് എല്ലാവർക്കും ലഭ്യമാകുന്ന മെസ്സേജസിനെ നമ്മളിവിടെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് എന്ന് പറയുന്നത്. ആ ടൈപ്പ് മെസ്സേജസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും നമ്മൾ ഇന്റന്റ് യൂസ് ചെയ്യും. ടു ഡിസ്പ്ലേ ലിസ്റ്റ് ഓഫ് കോണ്ടാക്ട്സ് ഇൻ ലിസ്റ്റ് വ്യൂ, ലിസ്റ്റ് വ്യൂവിനകത്ത് പലപ്പോഴും മൊബൈൽ ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഫോൺ നമ്പേഴ്സ് നമ്മൾ കോണ്ടാക്ട് സ്റ്റോർ ചെയ്യും. ആ കോണ്ടാക്ട് നോക്കുമ്പോൾ നമ്മളെ ഫോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനെയൊക്കെ നമുക്ക് ഇന്റന്റ് യൂസ് ചെയ്യാം. ടൈപ്സ് ഓഫ് ഇന്റന്റ്. ആദ്യത്തെ ടൈപ്പാണ് ഇംപ്ലിസിറ്റ് ഇന്റന്റ്. The implicit intent is the intent where instead of defining the exact components, you define the action that you want to perform for different activities. Implicit intent എന്ന് പറഞ്ഞാൽ ആ implicit intentലെ
നമ്മൾ എക്സാക്ട് കമ്പോണൻസ് ഡിഫൈൻ ചെയ്യുന്നില്ല. ആ എക്സാക്ട് കമ്പോണൻസ് ഡിഫൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് എന്തോന്ന് ആക്ഷൻ ആണ് അവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ടത്. ഡിഫറെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടി നമുക്ക് എന്തോന്നൊക്കെ ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത് അത് പറയുന്നതാണ് ഇവിടെ ഇംപ്ലിസിറ്റ് ഇന്റന്റ്. അപ്പോൾ ഇംപ്ലിസിറ്റ് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇംപ്ലിസിറ്റ്, നമ്മൾ എക്സാക്ട് കമ്പോണൻസ് പറയുന്നില്ല. Instead of defining the exact components, you define the action that you want to perform for different activities. Exact component പറയാതെ എന്തോന്നൊക്കെ ആക്ഷൻസ് ആണ് ചെയ്യേണ്ടത്, ആക്ഷൻസ് ആണ് ഏതൊക്കെ ആക്ഷൻസ് ആണ് ചെയ്യേണ്ടത്. ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലിക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്, സേവ് ചെയ്യുന്നത് വേറൊരു ആക്ടിവിറ്റിയാണ്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ആക്ഷൻസ് ആണ് അവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ടത്, ഡിഫറെന്റ് ആക്ടിവിറ്റീസ് തമ്മിൽ ഏതൊക്കെ ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത് അത് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇംപ്ലിസിറ്റ് ഇന്റന്റിൽ കൂടെയാണ്. അല്ലെങ്കിൽ എക്സാക്ട് കമ്പോണൻസ് പ്രതിപാദിക്കാതെ, കമ്പോണൻസ് പറയാതെ ആക്ഷൻസ് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഇംപ്ലിസിറ്റ് ഇന്റന്റ് എന്ന് പറയാം. An implicit intent specifies an action that can invoke any app on the device to be able to perform an action. അപ്പോൾ ഇംപ്ലിസിറ്റ് ഇന്റന്റിന് ഒരു ആക്ഷൻ സ്പെസിഫൈ ചെയ്യാം. ആ ആക്ഷൻ വെച്ച് നമുക്കൊരു പർട്ടിക്കുലർ ആപ്പിന്, മൊബൈൽ ഫോണിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ആപ്പിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ആ ആപ്പ് ആയിരിക്കും ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇംപ്ലിസിറ്റ് ഇന്റന്റ് എന്ന് പറയുന്നത് കമ്പോണൻസ് ഡിഫൈൻ ചെയ്യാതെ നമ്മൾ ആക്ഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇംപ്ലിസിറ്റ് ഇന്റന്റ് വരുന്നത്. അപ്പൊ ഇംപ്ലിസിറ്റ് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു, അത് യൂസ് ചെയ്ത് ഡിവൈസിനകത്തുള്ള ഒരു ആപ്പിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ആപ്പിനെ ആക്ടിവേറ്റ് ചെയ്താൽ ആ ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്ഷൻ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ആക്ഷൻസിന് വേണ്ടി ആക്ഷൻസ് ഡിഫൈൻ ചെയ്യാനും ആക്ഷൻസ് ഇൻവോക്ക് ചെയ്യാനും എല്ലാമാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഇന്റന്റ് യൂസ് ചെയ്യുന്നത്. Implicit intent is useful when your app cannot perform the action, but other apps probably can, and you would like the user to pick which app to use. അപ്പോൾ നിങ്ങളിൽ ഒരു ആപ്പ് ഉണ്ട്, ആ ഒരു ആപ്പിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ കഴിയുന്ന വേറെ ആപ്സ് നിങ്ങളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ആപ്പ് കോൾ ചെയ്താലാണ് അല്ലെങ്കിൽ ഏത് ആപ്പ് ആക്ടിവേറ്റ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, ആ ആപ്പിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ആപ്പിനെ നമുക്ക് ഇൻവോക്ക് ചെയ്യണം. അങ്ങനെ ആ ആപ്പിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇംപ്ലിസിറ്റ് ഇന്റന്റ് യൂസ് ചെയ്യാം. അടുത്തത് എക്സ്പ്ലിസിറ്റ് ഇന്റന്റ്. An explicit intent is an intent where you explicitly define the component that needs to be called by the Android system. നമ്മൾ നേരത്തെ പറഞ്ഞു ഇംപ്ലിസിറ്റ് ഇന്റന്റിലെ ആക്ഷൻസിനാണ് മോർ ഇമ്പോർട്ടൻസ്. അവിടെ നമ്മൾ കമ്പോണൻസ് ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാണ്, കമ്പോണൻസിനാണ് മോർ ഇമ്പോർട്ടൻസ്. അപ്പൊ എക്സ്പ്ലിസിറ്റ് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് കമ്പോണൻസിനെ ഡിഫൈൻ ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് നമുക്ക് കോൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് ആക്ടിവേറ്റ് ആവേണ്ടത്, അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്പ്ലിസിറ്റ് ഇന്റന്റ് യൂസ് ചെയ്യാം. അപ്പോൾ കമ്പോണൻസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എക്സ്പ്ലിസിറ്റ് ഇന്റന്റും ആക്ഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇംപ്ലിസിറ്റ് ഇന്റന്റും യൂസ് ചെയ്യാം. An explicit intent is one that you can use to launch a specific app component such as a particular activity or service in your app. എക്സ്പ്ലിസിറ്റ് ഇന്റന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പിലെ ഒരു സ്പെസിഫിക് കമ്പോണന്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ ആ ഒരു കമ്പോണന്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ആപ്പിന്റെ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പോണന്റ് ബേസ് ചെയ്താണ് നമ്മൾ ആക്ടിവേഷൻ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ഇന്റന്റ് യൂസ് ചെയ്യാം. അതേസമയം ആക്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ഇംപ്ലിസിറ്റ് ഇന്റന്റ് യൂസ് ചെയ്യാം. ഇവിടെയും ഫസ്റ്റ് ആക്ടിവിറ്റി അവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ കമ്പോണന്റിനെ കോൾ ചെയ്യുന്നു. അങ്ങനെ ഒരു കമ്പോണന്റിനെ കോൾ ചെയ്യുമ്പം അത് സെക്കൻഡ് ആക്ടിവിറ്റിയെ ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി അതിൽ നമ്മൾ സെക്കൻഡ് ആക്ടിവിറ്റി ഇൻവോക്ക് ചെയ്യുന്നു. സെക്കൻഡ് ആക്ടിവിറ്റി ഇൻവോക്ക് ചെയ്യുന്നത് കമ്പോണന്റ് യൂസ് ചെയ്താണ്, സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്ത ഒരു കമ്പോണന്റ് യൂസ് ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് എക്സ്പ്ലിസിറ്റ് ഇന്റന്റ് എന്ന് പറയാം. The different methods used in intent. ഇന്റന്റിനകത്ത് നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ഷൻ മെയിൻ, ആക്ഷൻ പിക്ക്, ആക്ഷൻ ചൂസർ, ആക്ഷൻ ഡയൽ, ആക്ഷൻ കോൾ, ആക്ഷൻ സെൻഡ്, action send it to. Action main, action pick, action chooser, action dial, action call, action send, action send it to. Action main. It is used to display the main menu. പലപ്പോഴും മെയിൻ മെനു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ആക്ഷൻ മെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മെയിൻ മെനുവിനകത്ത് പല ഓപ്ഷൻസ് കാണും. ആ ഓപ്ഷൻസ് അല്ലെങ്കിൽ കമ്പൗണ്ട്സ് കാണും, അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഒരു മെയിൻ മെനു ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ഷൻ മെയിൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ എക്സാമ്പിളിൽ ഇപ്പോൾ ഒരു മെയിൻ മെനു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ഡെമോ ഉണ്ട്, ബ്രൗസർ ഉണ്ട്, ക്യാമറ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്. നിങ്ങൾക്ക് ടൈം ബേസ്ഡ് എന്തെങ്കിലും ആണ് ഇപ്പോൾ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ക്ലോക്ക് ചൂസ് ചെയ്യും. ഫോട്ടോ ആണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ ക്യാമറ ചൂസ് ചെയ്യും. ഇന്റർനെറ്റ് ബ്രൗസിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ബ്രൗസർ യൂസ് ചെയ്യും. ഇനി ആരെങ്കിലും ഫോൺ ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോണ്ടാക്ട് യൂസ് ചെയ്യും. ഇനി ഇമെയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇമെയിൽ യൂസ് ചെയ്യും. അപ്പൊ അവിടെ മെയിൻ മെനു, ഇതിനെ നമുക്ക് ആക്ഷൻ മെയിൻ എന്ന് പറയാം. ആക്ഷൻ പിക്ക്. It is used for picking the image from camera or gallery. പലപ്പോഴും ഇമേജസുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമറയെന്നോ അല്ലെങ്കിൽ ഗാലറിയെന്നോ ഒക്കെ ഇമേജ് ഒക്കെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ഷൻ പിക്ക് ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഒരു പ്രൊഫൈൽ ഇടാൻ വേണ്ടി ഒരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യണം. അവിടെ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാം, അതാണ് ടേക്ക് ഫോട്ടോ. അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ കളക്ഷൻ ഓഫ് ഫോട്ടോസിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അതിനെയാണ് നമ്മളിവിടെ ചൂസ് ഫ്രം ലൈബ്രറി. അപ്പോൾ ഇവിടെ ടേക്ക് ഫോട്ടോ എന്നുള്ള ഒരു ഇത് യൂസ് ചെയ്താലും ചൂസ് ഫ്രം ലൈബ്രറി എന്ന് യൂസ് ചെയ്താലും ഇൻ എഫക്റ്റ് നമ്മളൊരു ഇമേജ് അവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആക്ഷൻ പിക്ക് എന്ന് പറയാം. Action chooser. It is used for choosing an image from gallery. ഗാലറി ഉണ്ട്, ക്യാമറ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ഷൻ നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആക്ഷൻ ചൂസർ യൂസ് ചെയ്യാം. അപ്പം ഒരു ആക്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ഷൻ ചൂസർ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഗാലറി ഫോട്ടോസ് എടുക്കാം, അല്ലെങ്കിൽ
ഫോട്ടോസ് എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ഫോൾഡർ കാണും. ആ ഫോൾഡറിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതിൽ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ആക്ഷൻ ചൂസർ നമുക്ക് യൂസ് ചെയ്യാം. ആക്ഷൻ ഡയൽ. ഇറ്റ് ഈസ് യൂസ് ഫോർ ഡിസ്പ്ലേയിങ് ദി ഫോൺ ഡയൽ വിത്ത് എ ഗിവൺ നമ്പർ ഫീൽഡ്. ഇതൊരു ഫോൺ ഡയൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഒരു ഗിവൺ നമ്പർ ഫില്ല്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എക്സാമ്പിളിൽ ഫോൺ നമ്പർ 123456 ഒരു ഫോൺ നമ്പറാണ്. അപ്പോൾ ഒരു ഗിവൺ നമ്പർ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യാം എന്ന് വെച്ചാൽ അതിൽ കോൾ 123456 എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ആ കോൾ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ആ മോളിൽ കാണുന്ന ഫോണിന്റെ കോൾ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ 123456 എന്നുള്ള നമ്പർ അവിടെ ഡയൽ ചെയ്യും. ഇതിനു വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ഷൻ ഡയൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ഫോൺ ഡയൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ആ ഫോൺ ഡയലില് ഗിവൺ നമ്പർ നമ്മൾ ഡയൽ ചെയ്യേണ്ട നമ്പറും കൂടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ഷൻ ഡയൽ എന്ന് നമുക്ക് ആക്ഷൻ കോൾ. ഇറ്റ് ഈസ് യൂസ് ഫോർ പ്ലേസിംഗ് ആൻ ഇമ്മീഡിയറ്റ് ഫോൺ കോൾ. ഒരു ഫോൺ കോൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ഷൻ കോൾ നമുക്ക് യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഡയൽ വഴി നമ്മൾ ഡയൽ ചെയ്യുന്നു. ഡയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്ഷൻ കോൾ നമുക്ക് യൂസ് ചെയ്യാം. ആക്ഷൻ സെൻഡ്. ഇറ്റ് ഈസ് യൂസ് ഫോർ സെൻഡിങ് ടെക്സ്റ്റ് കണ്ടന്റ് ഫ്രം വൺ ആക്ടിവിറ്റി ടു അനദർ. ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് അയക്കാൻ വേണ്ടി ആണ് നമ്മൾ ആക്ഷൻ സെൻഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റ് നമുക്ക് ഷെയർ ചെയ്യണം. ഒന്നുകിൽ ബ്ലൂടൂത്ത് വെച്ച് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ വഴി ജിമെയിൽ വെച്ച് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ പ്ലസ് ഒരു ഡ്രൈവ് യൂസ് ചെയ്ത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജിങ് വെച്ച് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ബാർകോഡ് വെച്ച് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ട്വിറ്റർ യൂസ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടെക്സ്റ്റിനെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ആക്ഷൻ സെൻഡ് എന്നുള്ള യൂസ് ചെയ്യാം. അപ്പോൾ ആക്ഷൻ സെൻഡ് യൂസ് ചെയ്ത് നമുക്ക് ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിയിലോട്ട് നമുക്ക് ടെക്സ്റ്റ് സെൻഡ് ചെയ്യാനായിട്ട് കഴിയും. ആക്ഷൻ സെൻഡ് ടു. ഇറ്റ് ഈസ് യൂസ് ഫോർ പ്രിപ്പയറിംഗ് ആൻ SMS. ഒരു SMS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആക്ഷൻ സെൻഡ് ടു യൂസ് ചെയ്യാം. ദി ടെക്സ്റ്റ് ഈസ് സപ്ലൈഡ് ആസ് ആൻ എക്സ്ട്രാ എലിമെന്റ്. അവിടെ ടെക്സ്റ്റ് ഒരു എക്സ്ട്രാ എലിമെന്റ് ആയിട്ടാണ് അവിടെ സപ്ലൈ ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് ആണ് ഇവിടെ ഹലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്നിട്ട് ആ സെൻഡ് ഉള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹലോ എന്നുള്ള ടെക്സ്റ്റ് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രാ എലിമെന്റ് ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എല്ലാം ടൈപ്പ് ചെയ്ത് നമുക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആക്ഷൻ സെൻഡ് ടു എന്ന് പറഞ്ഞ ആക്ടിവിറ്റി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു SMS പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആക്ഷൻ സെൻഡ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നമുക്ക് ഒരു എക്സ്ട്രാ എലിമെന്റ് ആയി. ഇതാണ് ഇന്റന്റിനെ പറ്റിയുള്ളത്. Okay, thank you very much.